ഗൈസ്, അപ്പം എല്ലാവർക്കും നമസ്തേ കൊച്ചിയിലെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ടിറാമിസു ആണ്. എല്ലാവർക്കും അറിയാം, ടിറാമിസു കേട്ടിട്ടുണ്ടല്ലേ. സോ ടിറാമിസു ഉണ്ടാക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് ആവശ്യമില്ല. നമ്മൾ ടിറാമിസുവിൻ്റെ മിക്സ്ചേഴ്സ് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഫുൾ നൈറ്റ്, ഓവർ നൈറ്റ് 24 hours അതൊന്ന് റെഫ്രിജറേറ്ററിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കും. അതാണ് ടിറാമിസുവിൻ്റെ പ്രത്യേകത. ബേക്കിംഗ് ഇല്ല. സോ ടിറാമിസിൽ ഞാനിപ്പം എന്ത് ടൈപ്പ് ഓഫ് ടിറാമിസു ആണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോഫി ബേസ്ഡ് ടിറാമിസു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഗൈസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് ടിറാമിസു എന്നുള്ള പ്രൊസീജിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ എല്ലാവർക്കും നമസ്തേ കൊച്ചിയിലോട്ട് സ്വാഗതം. ഗൈസ്, ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റമ്മാണ്. റമ്മ് അളക്കാനുള്ള ഒരു മെഷറിങ് കപ്പ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് റം ആഡ് ചെയ്യാം കേട്ടോ ഇതിലോട്ട്. റമ്മാണ് ആഡ് ചെയ്യേണ്ടത്. റം ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. ഇറ്റ്സ് അപ് ടു യു, നോ പ്രോബ്ലം. സോ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ റമ്മ് 60 ml അത്രയും മതി. റം ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിലോട്ട് നമ്മൾ നല്ല കടുപ്പത്തിലുള്ള എസ്പ്രെസ്സോ കോഫി നല്ല കടുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുക. അത് ഇതിലോട്ട് ആഡ് ചെയ്യുക. സോ ഗൈസ്, ഇത് റൂം ടെമ്പറേച്ചറിൽ എന്ന് വെച്ചാൽ ഈ ഒരു ചൂട് മാറണ വരുന്നത് മൂവ് അസൈഡ് ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് 6 മുട്ടയുടെ മഞ്ഞ ഇടാം കേട്ടോ. വെള്ളം നമുക്ക് വേറെ എന്തെങ്കിലും സംഭവത്തിലോട്ട് യൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു, പ്രശ്നമൊന്നുമില്ല. ഒന്ന്, 2, 3, 4, 5, 6. ഇതിലോട്ട് നമ്മൾ 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യണതാണ്. എന്ന് വെച്ചാൽ 250 ഗ്രാം ഷുഗർ ആഡ് ചെയ്യണതാണ്. നമ്മൾ ഈ ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇങ്ങനെ. അതെന്താ അങ്ങനെ ചെയ്യണേന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. ഡിസോൾവ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇവിടെ നല്ല രീതിക്ക് നമ്മുടെ ഷുഗർ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് മാസ്കപ്പോണി ചീസാണ് ആഡ് ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലോട്ട് മാസ്കപ്പോണി ചീസ് കണ്ടോ നിങ്ങൾ, ഈ ചീസാണ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. 500 ഗ്രാം ചീസ് ഉണ്ട്. നമുക്ക് ഈ മാസ്കപ്പോണി ചീസ് ഞാൻ ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ അതിൻ്റേതായ പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. കട്ട പിടിച്ചെടുക്കണേ. നിങ്ങളെപ്പോഴെങ്കിലും ടിറാമിസുവിനല്ലാണ്ട് മാസ്കപ്പോണി ചീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ടിറാമിസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചീസിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. ഇറ്റ്സ് വെരി ടഫ് ടു ഫൈൻഡ് ഔട്ട് കേട്ടോ. കടകളിലൊക്കെ കിട്ടാൻ കുറച്ച് ടഫാണ്. പക്ഷെ എന്നാലും നമുക്ക് ഹോം മെയ്ഡ് മാസ്കപ്പോണി ഉണ്ടാക്കാം, വീട്ടുകളിൽ ഉണ്ടാക്കാമെന്നുള്ളൂ. സിമ്പിളാണ്. പക്ഷേ ഫസ്റ്റ് ടൈം ടിറാമിസ് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ മേടിച്ചാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അതിൻ്റെ ടേസ്റ്റ്. ചീസിൻ്റേതായ ഒരു വികാരം ഇല്ലാത്തൊരു ചീസാണത്. നല്ല ക്രീമിയും നല്ല മിൽക്കിയുമാണ് നമ്മുടെ മാസ്കപ്പോണി കേട്ടോ. ഇത് ഫ്രീസറിൽ ഇരുന്ന കാരണം കൊണ്ടാണ് ഇതിങ്ങനെ ഉടയാത്തത്. കുഴപ്പമില്ല, നമുക്ക് ഉടച്ചെടുക്കാം. ആക്കണേന്
2 cups ഓഫ് വിപ്പിംഗ് ക്രീമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 1 2. അപ്പോൾ നമ്മൾ 20 grams ഓഫ് ഷുഗറും ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ പോണേ കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മാസ്കപ്പോണിയിലോട്ട് ഇത് ആഡ് ചെയ്യാം. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ടിറാമിസ് ഉണ്ടാക്കുന്നത്. സോ അതിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം എൻ്റെ മാസ്കപ്പോണിയും സംഭവങ്ങളെല്ലാം ഇങ്ങനെ ലൂസായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാണിച്ചു തരാം. സി കണ്ടോ, ഇതിങ്ങനെ ലൂസായിട്ടാണ് എൻ്റെ മാസ്കപ്പോണിയുടെ ഇത് വന്നിട്ടുള്ളത്. തിക്കാവാനാണ് ഞാൻ കുറേ ശ്രമിച്ചു നോക്കി, പക്ഷെ നടക്കണില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഇറ്റ്സ് ഫസ്റ്റ് ടൈം. സോ എന്തായാലും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും. നമുക്ക് കുറച്ച് വാനില എക്സ്ട്രാക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് റെഡി ആവുമെങ്കിൽ റെഡി ആവട്ടെ. എന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതാണ്. സോ ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കോഫി മിക്സ് ഇല്ലേ, അതിലോട്ട് ഇതൊന്ന് ഇങ്ങനെ മുക്കി ഇങ്ങനെ സോക്ക് ചെയ്യാം. ഇങ്ങനെ മുക്കി സോക്ക് ചെയ്ത് വയ്ക്കാം. വേറെ വലിയ പാത്രം എടുത്താലൊന്ന് ആലോചിച്ച്, ബട്ട് അത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അപ്പോൾ വരും നമ്മുടെ കുടുംബത്തിൽ ഇത് ഒക്കത്തില്ല. കുറച്ച് ചിലപ്പോൾ നീ എല്ലാവരും കഴിക്കത്തുള്ളൂ. ഇവ ലൈറ്റ് ഓഫ് ചെയ്തേ, ഇവ പോയേ. ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് വെച്ച് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെയും കൂടി ഒന്ന് വെച്ച് ഫില്ല് ചെയ്യാം. ഓക്കെ, നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ ടിറാമിസു കുറച്ച് ഫ്ലോപ്പായെങ്കിലും നമുക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിലോട്ട് ഇതിൻ്റെ പൊക്കത്തോട്ട് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. കുഴപ്പമില്ല, ഇറ്റ് ഹാപ്പൻസ്. എന്തായാലും ഫ്ലോപ്പാണെങ്കിൽ കൂടിയും നമ്മൾ ഇത് വിട്ടുകളയാൻ പാടില്ലല്ലോ. അപ്പം നമുക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എനിവേയ്സ്, ഒന്നും കൂടി ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കാം. കുഴപ്പമില്ല, ഇറ്റ് ഹാപ്പൻസ്. എന്തായാലും വീഡിയോ ഞാനിടും. ഉണ്ടാക്കി നോക്കുമ്പോഴും
ഉണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് കഴിച്ചു നോക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടെങ്കിലോ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കിയ പോലെ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെടണ്ട. ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക എല്ലാവരും. അപ്പം എല്ലാവർക്കും ഒരേപോലെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റിൽ റെഡി ആവണമെന്നില്ല. എനിക്ക് ബേക്കിങ്ങിൽ എല്ലാം ഫ്ലോപ്പാണ് ആവാറ് ഫസ്റ്റ് ടൈം. കുക്കിങ്ങിൽ കുഴപ്പമില്ല, പക്ഷെ ബേക്കിംഗ് ഐറ്റംസ് എനിക്കെല്ലാം ഫ്ലോപ്പ് ആവാറ്. എനിക്കിപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇത് ബേക്കിംഗ് അല്ലല്ലോ, പക്ഷെ വാട്ട് ടു സേ, ഇറ്റ് ഹാപ്പൻസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. നമുക്ക് ഇതിങ്ങനെയൊക്കെ തന്നെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇപ്പം ഏകദേശം ഒരു പാക്കറ്റ് ലേഡീസ് ഫിംഗർ വേണം നമുക്ക്. ഈ ഫിംഗർ വേണം നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ. ഓക്കെ, നമ്മുടെ ബേസ് റെഡിയാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. വാട്ട് ടു സേ മാൻ, ഇറ്റ് ഹാപ്പൻസ്. എന്തോ എവിടെയോ കറക്റ്റായിട്ട് വന്നില്ല, കുഴപ്പമില്ല. നമ്മുടെ ടീറാമിസു, ഫ്ലോപ്പായ ടീറാമിസു ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുങ്ങിക്കിടക്കൂ, കമോൺ. കുഴപ്പമില്ല, ആരും പിടിക്കരുത്, കുഴപ്പമില്ല. സൈഡിലത്തെ ഇതൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. പ്ലീസ്, നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് ഗാർണിഷ് ചെയ്യാൻ പോണേണ്. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ടിറാമിസു മിക്സ്. മൂടി വെച്ച് 24 hours റിഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടിറാമിസു ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹേയ് ഹേയ്, ഐ തിങ്ക് ഇറ്റ്സ് വെരി സ്ട്രോങ്. എന്നിട്ട് ടേസ്റ്റ് ഇല്ലേ? അതിന് ടേസ്റ്റ് ചെയ്തില്ലല്ലോ നീ. ഇതെന്ത് പേരെന്താന്നറിയോ? അമ്മൂട്ടല്ല, ടിറാമിസു. ടിറാമിസു. ഓക്കെ മാമ, ഇത് കട്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 ദിവസം ഇത് ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട്. വെയിറ്റ് വാ, അപ്പൊ കട്ട് ചെയ്ത് തരും. കട്ട് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് പാറട്ടാ. ഓ ഗൈസ്, നോക്കൂ ഗൈസ്, അപ്പൊ കട്ട് ചെയ്യുകയാണ് ഗൈസ്. ഫോക്കസ് കിട്ടല്ലോ അല്ലേ? ഇവ നോക്ക്.
ഓക്കേ കൊള്ളാവോടി? எப்படி இருக்கு? வெரி குட். ரொம்ப கூலா இருக்கா? எப்படி இருக்கு டேஸ்ட்? എന്താ ടേസ്റ്റ് ഇല്ലേ? നോണ പറയണ്ട, സത്യം പറഞ്ഞാൽ മതി. സത്യം പറ, ടേസ്റ്റ് ഉണ്ടോ ഇല്ല? സത്യം പറ. ഉണ്ട്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് இஷ்டப்பட்டு சாஃப்டா இருக்குல்ல, இது ஃப்ரோசன் ஐஸ்ல உள்ள இருக்க மாதிரி இருக்குல்ல. ചോക്ലേറ്റ് കൊള്ളൂ, നേരത്തെ കഴിച്ച ചോക്ലേറ്റ് நல்லா இருக்கு. ஏன் എനിക്ക് இப்பதான் கேப் நிறைய கேக் மாதிரி. കട്ടി പിടിച്ചിരിക്കണല്ലേ? എന്തായാലും ഈ ടിറാമിസ് നമ്മുടെ ഫ്ലോപ്പ് ആയ ടിറാമിസ് ആണ്. കുഴപ്പമില്ല. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. താഴെ വീണു പോയ. ഓക്കെ പുറത്ത് വെച്ചു. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ മോള് ഇവ, ബ്യൂട്ടി കോൺഷ്യസ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ടിറാമിസു ടേസ്റ്റ് ചെയ്ത് നോക്കി ഉണ്ടാക്കിയത്. പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. തന്റെ ചുണ്ടിന്റെ ചുറ്റും എന്താണ് റെഡ് കളറ്? താൻ എന്താണ് അവിടെ ലിപ്സ്റ്റിക് ഇട്ടിട്ട് താൻ എന്ത് ചെയ്ത് തുടച്ചു കളഞ്ഞോ? തന്നെ കൊണ്ട് ഭയങ്കര മേടാണെന്നാണല്ലോ പറയണത്. താഴത്തോട്ട് ഇറങ്ങിയേ. ഫോട്ടോ എടുക്ക്.